قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മേവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10ലും അവസാനത്തെ വെള്ളിയാഴ്ചയിലുമാണ് നമ്മളുള്ളത്. കഴിഞ്ഞുപോയ രാപ്പകലുകൾ, അതിലെ കുറവുകൾ നികത്തി വരുന്ന നിർണായകമായ രാപ്പകലുകൾ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നാഥൻ നമ്മെ എല്ലാവരെയും അതിന് തുണക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമളാനിൽ മാത്രം പൊതുവിൽ ചർച്ച ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സകാത്തും മറ്റൊന്ന് തൗബയും. ഇത് രണ്ടിനുമാകട്ടെ പരിശുദ്ധ റമളാനുമായി പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല. സക്കാത്തിനെ കുറിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സക്കാത്ത് നിസാബ് വെക്കുമ്പോൾ വർഷം തികയുമ്പോൾ ഒക്കെ നൽകേണ്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ റമളാനിൽ നൽകേണ്ടുന്ന ഒന്നായി അതിനെ നാം കണക്കാക്കരുത്. പക്ഷെ എന്തോ റമളാൻ കൂടുതൽ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായതുകൊണ്ടായിരിക്കാം പൊതുവിൽ സമൂഹം സക്കാത്തിനെ വലിച്ച് റമളാനിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ് തൗബ എന്ന് പറയുന്നത്. തൗബയും റമളാനുമായി പ്രത്യേകിച്ച് ബന്ധമുള്ള ഒരു സംഗതിയല്ല. അത് തൗബയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പരാമർശങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ കൂടുതലായി തൗബയെക്കുറിച്ച് പറയുന്നത് റമളാനിലായതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന മനസ്സും ശരീരവും അന്തരീക്ഷവും എല്ലാം ഒരു ആത്മീയമയമായി നിൽക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് അതിനെ തൗബയുമായി ബന്ധിപ്പിച്ച് നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. തൗബ നമുക്കറിയാം ഇസ്ലാമിലെ വലിയ ഒരു സങ്കേതമാണ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ തൗബയെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് തൗബ, അതിനെങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്ന് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തൗബ എന്ന് പറയുന്നത് ഒരു തമാശയല്ല. തൗബ ഒരു തമാശയല്ല. തൗബ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു സത്യവിശ്വാസിയുടെ ഖേദിച്ച് മടങ്ങലാണ് തൗബ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ സമൂഹം തൗബയെ ഒരു പരിഹാസപാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒരു തമാശയാക്കി മാറ്റിയിരിക്കുകയാണ്. തൗബ എന്ന് പറയുന്നത് ആരെക്കൊണ്ടെങ്കിലും പറഞ്ഞ് ചെയ്യിക്കേണ്ട ഒരു സംഗതിയല്ല. തൗബ എന്ന് പറയുന്നത് കൂട്ടദുആയും അല്ല. തൗബ ആരെങ്കിലും ചൊല്ലിക്കൊടുക്കേണ്ടതുമല്ല. ആരെങ്കിലും ചൊല്ലിപ്പറയിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല തൗബ എന്ന് പറയുന്നത്. അത് തൗബയെ അതിൻ്റെ ശരിയായ
ഡയമെൻഷനിൽ നോക്കി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തരിക, നിങ്ങളത് ഏറ്റുചൊല്ലുക. ഇതൊന്നുമല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അയാൾക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് അള്ളാഹുവിങ്കലേക്ക് തിരിച്ച് നടക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അത് റമദാനിൽ നടത്തേണ്ട കാര്യമോ ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കേണ്ട കാര്യമോ ഒന്നുമല്ല. അതായത് നമ്മൾ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, അയാൾ ഫത്തഖുല്ലാഹ മസ്തതഅതും, അയാൾ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മുന്നോട്ട് പോവുക, അഥവാ സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ സർവമണ്ഡലങ്ങളിലും നമ്മൾ ദൈവികമായ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കലാണ് ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ചെയ്യേണ്ടത്. ആരാധനകളോടൊപ്പം തന്നെ ആരാധനകളല്ലാത്ത മേഖലകളിലും, ഈവൻ രാഷ്ട്രീയ മേഖലകളിൽ അടക്കം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയും കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു എവിടെയൊക്കെയാണോ വിധികളും വിലക്കുകളും നിശ്ചയിച്ചിട്ടുള്ളത് അത് പാലിച്ച് സൂക്ഷ്മത അത് പരമാവധി പാലിക്കുക. അതാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൽ എത്രയൊക്കെ തന്നെ ആണെങ്കിലും ശരി, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ അള്ളാഹു ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യനെ അള്ളാഹു ചപലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലും അവന് നിരവധി പാകപ്പിഴകളും പോരായ്മകളും വരും. അവൻ സന്ദർഭത്തിൻ്റെ പ്രലോഭനങ്ങളനുസരിച്ച്, സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രകോപനങ്ങളനുസരിച്ച് അവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മറികടന്നുകൊണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവൻ ചെയ്തു പോകാം. ഇത്തരം സംഗതികൾ ചെയ്തു പോകുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവൻ്റെ മനസ്സിൽ വലിയ കുറ്റബോധം തോന്നും. ഞാനത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തത് അള്ളാഹു കാണുന്നുണ്ട്, നാളെ അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഞാനതിന് കണക്ക് പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും എന്ന ഒരു തോന്നലുണ്ടല്ലോ. ആ തോന്നൽ അവന് വലിയ കുറ്റബോധം ഉണ്ടാക്കുമല്ലോ. ആ കുറ്റബോധത്തിൽ നിന്ന് മോചനം നേടാൻ, തിരിച്ചങ്ങോട്ട് നടക്കാതിരിക്കാൻ ഒരു വിശ്വാസി അള്ളാഹുവിന് മുമ്പിൽ ഖേദിച്ച് മടങ്ങുന്നതിനാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത്. തൗബ വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നമുക്ക് തോന്നിയതുപോലെ എടുത്ത് ഉപയോഗിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ അത് പടച്ചവനെ കളിയാക്കലാകും, അള്ളാഹുവിനെ മോക്കിയുന്നതിന് തുല്യമായി മാറും അത്. പക്ഷേ നമ്മുടെ സമൂഹം അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ സമൂഹം അതിനെ പ്രഹസനമാക്കി കളയുകയാണ്. നമ്മുടെ സമൂഹം അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ തെറ്റായ ധാരണയിൽ അതിമോഹത്തിലിരിക്കുകയാണ്. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ടല്ലോ, ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലുൽ കിതാബ്. നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ, മുസ്ലിങ്ങളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ, അഹ്ലുൽ കിതാബുകാർ വ്യാമോഹിക്കുന്നതും പോലെ എല്ലാ കാര്യങ്ങൾ. വമൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആര് തെറ്റ് ചെയ്താലും അവൻ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. ഞാൻ മുസ്ലിമാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് പുറത്തു വരും എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ടതില്ല എന്ന് അള്ളാഹ് പറയണം. ഇത് ഖുർആൻ പറയുന്നതാണ്. വളരെ അർത്ഥവത്തായ വാചകമാണിത്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ എല്ലാ കാര്യം, മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ എല്ലാ കാര്യം. ആര് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തവൻ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്നാണ് അള്ളാഹ് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ ഫതമന്ന അലല്ലാഹിൽ അമാനിയ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹം വെച്ച് പുലർത്തരുത്. തൻ്റെ തോന്നലുകൾ പോലെ ജീവിക്കുകയും എന്നിട്ട് അള്ളാഹു കാരുണ്യവാനാണ്, അവനെനിക്ക് പുറത്തു തരും എന്ന് അമിതമായ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന അവൻ ദുർബലനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയണം. അങ്ങനെ ചിന്തിക്കുന്നവർ ദുർബലരാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ.
ഞാൻ മുസ്ലിമാണ്, ഞാൻ അത്യാവശ്യത്തിന് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പടച്ചോൻ പുറത്തു തരും എന്ന വ്യാമോഹവുമായി നിങ്ങൾ നടക്കരുത് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അത് ദുർബലന്റെ ലക്ഷണമാണ്. അത് ദുർബലന്റെ ലക്ഷണമാണ് അങ്ങനെ നടക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ വ്യാമോഹമൊന്നും നമുക്ക് വേണ്ട. അല്ലാഹ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇതൊക്കെ പുറത്തു തരും. യഖുദൂന അർള ഹാദൽ അദ്നാ വയഖൂലൂന സയഗ്ഫറു ലനാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ പറഞ്ഞതാണ്, അധമമായ ലാഭങ്ങൾ വാരിക്കൂട്ടുകയും എന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരികയും ചെയ്യും എന്ന് വിചാരിക്കുന്നവരെ പോലെ നമ്മളായി പോകരുത്. അങ്ങനെ വിചാരിക്കുന്നവർ ഈ വിചാരിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, അതിനു മുമ്പ് ഗ്രന്ഥം നൽകിയ ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവർ വിചാരിച്ചു നടക്കും, അധമമായ ലാഭങ്ങൾ വാരിക്കൂട്ടുന്നു, അനധികൃതമായി സമ്പാദിക്കുന്നു, തെറ്റായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്നു, സമ്പത്തുണ്ടാക്കുന്നു, ധനമുണ്ടാക്കുന്നു, അങ്ങനെ അതുകൂടാതെ മറ്റു പല തിന്മകളും ചെയ്യുന്നു. എന്നിട്ട് വിചാരിക്കും അത് പടച്ചോൻ പുറത്തു വരും, പടച്ചോൻ ഗഫൂറു റഹീമാണല്ലോ, റഹ്മാനു റഹീമുമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ ആവരുത് എന്ന് പറയാനുള്ള ഇത് എടുത്ത് ഉദ്ധരിച്ചത് ഖുർആനിൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ മുസ്ലിം സമൂഹവും പൊതുവിൽ ഏതാണ്ട് ആ ഒരു കോലത്തിലാണ്. ചെയ്യാവുന്നതൊക്കെ ചെയ്യുക, എന്നിട്ട് അല്ലാഹ് പുറത്തു തരും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള വിചാരത്തിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അതിനിടയിൽ നമുക്ക് വീഴ്ചകൾ വരും, സ്വാഭാവികമായി വരും. അതിൽ ചിലപ്പോൾ പ്രകോപനം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും, ചിലപ്പോൾ പ്രലോഭനം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും. മനുഷ്യനാണ്, എത്ര വലിയ ആളാണെങ്കിലും ഇതൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ആ സംഭവിച്ച തൊട്ടുടനെ ഒരു തിരിച്ചറിവ്, ഞാനത് ചെയ്യാൻ പാടില്ല, എൻ്റെ ഭാഗത്ത് അത് വരാൻ പാടില്ല, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരില്ലേ, അവൻ്റെ മുൻപിൽ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കേണ്ടി വരില്ലേ, എന്ത് ന്യായമാണ് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുക? അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുത്തൻ്റെ മുൻപിൽ നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന ബോധത്തിൽ, ഈ ബോധമുണ്ടായ ഉടനെ ചെയ്യേണ്ടതാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാതെ തൗബ റമദാനിൽ, നമുക്ക് തൗബ റമദാനിൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തൗബ എന്ന് പറയുന്നത് റമദാനിൽ ചെയ്യേണ്ടതല്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ഈ ആയത്ത് മാത്രം മതി. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 17-18 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമത് തൗബത്തു അലല്ലാഹ്, തീർച്ചയായിട്ടും തൗബ എന്ന് പറയുന്ന, അല്ലാഹുവിങ്കൽ തൗബ എന്ന് പറയുന്നത്, ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ ഖരീബ്. നമ്മൾ നന്നായി അറിയണം, അല്ലാഹ് പറയാണ് അല്ലാഹുവിങ്കൽ തൗബ എന്ന് പറയുന്നത് എന്താണ്? തെറ്റ് ചെയ്യുക, പാപം ചെയ്യുക. ലില്ലദീന യഅമലൂന സൂഅ തുമ്മ യതൂബൂന മിൻ ഖരീബ്, എന്നിട്ട് അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് മനക്കുത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ ഉടനെ ചെയ്യേണ്ടതാണ് തൗബ. റമദാനിൽ ചെയ്യേണ്ടതല്ല തൗബ. തൗബ റമദാനിലും ചെയ്യാം, പക്ഷെ അല്ലാഹ് പറഞ്ഞ തൗബ എന്ന് പറയുന്നത് തെറ്റുപറ്റി അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി ആ ഓൺ ദി സ്പോട്ടിൽ ചെയ്യേണ്ടതാണ്. അവരുടെ തൗബയാണ് അല്ലാഹ് സ്വീകരിക്കുക. എന്നിട്ട് എങ്ങനെ തെറ്റ് ചെയ്ത്, എങ്ങനെയുള്ള തെറ്റ്? ബി ജഹാലത്തിൻ, ജഹാലത്ത് കൊണ്ട് ചെയ്ത തെറ്റ്. ഇവിടെ ഒക്കെ വലിയ അർത്ഥവും ആഴവുമുണ്ട്. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബി ജഹാലത്തിൻ, അജ്ഞത കൊണ്ട് തെറ്റ് ചെയ്യുകയും എന്നിട്ട് തിരിച്ചറിവുണ്ടാവുകയും തിരിച്ചറിവുണ്ടായ ഉടനെ അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നതാണ് അല്ലാഹ് സ്വീകരിക്കുന്ന തൗബ എന്ന് പറയുന്നെന്ന് അല്ലാഹ് വളരെ കൃത്യമായി നമ്മൾ, ഒരു അവ്യക്തതയും ഇല്ലാത്ത വിധം അല്ലാഹ് പറയാണ്. ഒരു അവ്യക്തതയും ഇല്ലല്ലോ. ജഹാലത്തുകൊണ്ട് തെറ്റ് ചെയ്യുക, മനഃപൂർവ്വമല്ല, മനഃപൂർവ്വം ചെയ്യണതല്ല, വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ പെടുത്താം. പെട്ടെന്ന് പ്രകോപനം കൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി, അയാൾ നല്ല മനുഷ്യനാണ്, പക്ഷേ പ്രകോപനം ഉണ്ടായപ്പോൾ പെട്ടെന്ന് വൈകാരികമായ ആ ഒരു സ്തബ്ധാവസ്ഥയിൽ അയാൾ ചെയ്തു പോകാം. ചിലപ്പോൾ എത്തിപ്പെട്ട സാഹചര്യത്തിൻ്റെ സവിശേഷമായ പ്രലോഭനപരമായ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ തെറ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാം.
ഇതൊക്കെ ഈ ജഹാലത്തിൻ്റെ പരിധിയിൽപ്പെടും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന്, തികഞ്ഞ വിവരക്കേട് കൊണ്ട് ചെയ്യുക, അറിയില്ലാണ്, തെറ്റാണെന്ന് അറിയില്ല, അങ്ങനെ ചെയ്യുക. രണ്ടാമത്തേത് പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റ് ചെയ്യുക. മൂന്നാമത്തേത് പ്രലോഭനത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത്, ഒരാൾ താന്തോന്നിയായിട്ട് ജീവിച്ചു, അയാൾ ഇസ്ലാമും മൈൻഡ് ചെയ്തിട്ടില്ല, തഖ്വയെ മൈൻഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയാൾ തനിക്ക് തോന്നിയ പോലെ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആടുജീവിതം അങ്ങോട്ട് നയിച്ചു. അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി ഇങ്ങനെ പോയ പോരാ. അയാൾക്കൊരു തിരിച്ചറിവുണ്ടായി, ഞാൻ ഇങ്ങനെ പോകുന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഒന്ന് തിരിഞ്ഞു നടക്കണം. ആ സമയത്ത് തൗബ ചെയ്യുക. ഇതാണ് തൗബ. ഇങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. ഏത് സത്യവിശ്വാസിയും തൗബ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വിവരക്കേട് കൊണ്ട് തെറ്റ് ചെയ്യുക, പ്രലോഭനം കൊണ്ട് തെറ്റ് ചെയ്യുക, പ്രകോപനം കൊണ്ട് തെറ്റ് ചെയ്യുക, ഒരുതരം ജീവിതം നയിച്ചതിന് ശേഷം പിന്നെ ഒരു തിരിച്ചറിവുണ്ടാവുക, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് നന്നാകേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ ആ അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുക. തൗബ എന്ന് പറയുന്നത് ഒരു വാചകമേ അല്ല. തൗബ അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു മാനസികാവസ്ഥയാണ്. തൗബ എന്ന് പറഞ്ഞ വാചകമൊന്നുമല്ല. തൗബ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുമല്ല. തൗബ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. തൗബ എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. താൻ നാളിതുവരെ വെച്ചു പുലർത്തിക്കൊണ്ടിരുന്ന നിലപാടിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു നിലപാടിലേക്കുള്ള തിരിച്ചുപോക്കാണ്, നിലപാടാണ് തൗബ, അല്ല പ്രാർത്ഥനയല്ല. പ്രാർത്ഥന വേറെ നമ്മൾ നടത്തണം. ആ നിലപാടെടുത്തിട്ട് വേണം പ്രാർത്ഥന നടത്താൻ. ആദ്യം നിലപാട് വേണമല്ലോ, എന്നിട്ട് വേണമല്ലോ പ്രാർത്ഥന നടത്താൻ. അപ്പം ഈ നിലപാടെടുക്കണം. താൻ ചെയ്ത് തെറ്റായി പോയി, തിരിച്ചു നടക്കാനുള്ള തീരുമാനം, അതാണ് നിലപാട്. ആ നിലപാടെടുത്തതിന് ശേഷം ചെയ്തല്ലോ തെറ്റ്, ആ തെറ്റ് അള്ളാഹുവിങ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനാണ് ഇസ്തിഗ്ഫാർ, പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന. തെറ്റ് ചെയ്യുന്ന ഉടനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. തിരിച്ചറിയുന്ന സമയത്താണ് ചെയ്യേണ്ടത്, അല്ല റമദാനിലേക്ക് മാറ്റിവെക്കുകയല്ല. 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ സവിശേഷതകൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ദലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. മുത്തഖികളുടെ സവിശേഷത, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന്റെ അവകാശികളുടെ സവിശേഷത അല്ലാഹ് പറയാണ്. ആ പറയുമ്പോൾ അല്ലാഹ് പറയുന്നു, അവർക്ക് തെറ്റുപറ്റില്ല എന്നല്ല. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ദലമു അൻഫുസഹും, തങ്ങളോട് തന്നെ അവർ അക്രമം പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാഹിശത്ത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദക്കറുല്ലാ, അവർ അള്ളാഹുവിനെ ഓർക്കും. ഈ ദക്കറുല്ലാ എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന തോന്നൽ അയാൾക്കുണ്ടാകും. ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന തോന്നലുണ്ടാകും അയാൾക്ക്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കണക്ക് പറയും എന്ന ഒരു പേടി അയാൾക്കുണ്ടാകും. ഇതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവിൽ നിന്ന് അവിടെ ഉറച്ചു നിൽക്കൂല. അള്ളാഹ് എടുത്തു പറഞ്ഞൊരു കാര്യം അതാണ്. അവരുടെ പ്രത്യേകത, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് അവകാശികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത, മുത്തഖികളുടെ പ്രത്യേകത, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവർ അനാവശ്യമായ ന്യായീകരണങ്ങൾ നിരത്തി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാമോഹങ്ങൾ പുലർത്തി അതിനകത്ത് അവർ ഉറച്ചു നിൽക്കില്ല. ഇത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനകത്ത് ന്യായങ്ങൾ ചമച്ച് അവിടെ നിൽക്കൂല. അയാൾ ആ തെറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. കാരണം എന്താ? പാപം പുറത്തു കിട്ടണം. എന്നിട്ട് അല്ലാഹ് പറയാം, പാപം പൊറുക്കാൻ പഠിച്ചവനല്ലാതെ വേറെ ആരോ ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നേരെ കൈനീട്ടും, പാപമോചനം തേടണം. ഇതാണ് തൗബയും ഇസ്തിഗ്ഫാറും എന്നൊക്കെ പറയുന്നത്. അതുമാത്രമല്ല, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ്? നമ്മളൊക്കെ ചെയ്യുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 8-ാം വാചകത്തിൽ അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ പിന്നെ നിഷ്കളങ്കമായി തൗബ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അസാ റബ്ബുക്കും യുകഫിറൻകും സയ്യാത്തിക്കും വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അങ്ങനെ നിങ്ങൾ നിഷ്കളങ്കമായ സിൻസിയർ ആയിട്ടുള്ള റിപ്പൻറ്റൻസ്, അതാണ് നിഷ്കളങ്കമായ തൗബ. ഫ്രാങ്ക് ആയിരിക്കണം, ഇന്നസെന്റ് ആയ ഒരു മാനസികാവസ്ഥയോടുകൂടി ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, നിഷ്കപടമായിരിക്കണം തൗബ. എങ്കിലേ അള്ളാഹ് അത് സ്വീകരിക്കുള്ളൂ. അള്ളാഹ് മനസ്സിലേക്കാണ് നോക്കുന്നത്.
നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. നിലപാട് വർത്തമാനത്തിലല്ല, നിലപാട് ഹൃദയത്തിലാണുള്ളത്, നിലപാട് മനസ്സിലാണുള്ളത്. ആ നിലപാടിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക. അതുകൊണ്ട് നിഷ്കളങ്കമായ നിലപാടാണ് എടുക്കേണ്ടത്. നിഷ്കളങ്കമായ നിലപാട്. നമ്മൾ ആ നിലപാടിലാണോ? നമ്മുടെ നാട്ടിൽ പൊതുവിൽ നടക്കുന്ന തൗബ പ്രഹസനങ്ങൾ ഈ നിലപാടിലാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. 27 ആകുമ്പോൾ പള്ളികളിലൊക്കെ തടിച്ചുകൂടി കുറേ ദുആയും ചെയ്യും, ഇമാമ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, മൗമൂമിങ്ങൾ നിന്ന് പിന്നെ കൂടെ കൂടിയ ആളുകളിരുന്ന് ആമീനും പറയും. താൻ ചെയ്തു പോയ തെറ്റെന്താ, തനിക്കത് തിരുത്താനുള്ള യഥാർത്ഥ ഉദ്ദേശമുണ്ടോ, ഇത് തിരുത്തേണ്ടതുണ്ടോ, പടച്ചന്റെ മുമ്പിൽ ചെല്ലേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല പലരും ഇത് ചെയ്യുന്നത്. കൂട്ടത്തിലോ ഒരു ഒഴുക്കായിട്ടാണ് തൗബേനെ കാണുന്നത്. അങ്ങനെ കൂട്ടത്തിൽ ഒഴുക്കുന്ന ഒരു പണിയല്ല തൗബ എന്ന് പറയുന്നത്. അവനവൻ തിരിച്ചറിഞ്ഞ് അവനവൻ ശാന്തനായിരുന്ന് ഒറ്റക്കിരുന്ന് തൻ്റെ നാഥനോട് പറഞ്ഞ് ഒരു തിരിച്ചു നടത്തത്തിനുള്ള തയ്യാറെടുപ്പോട് കൂടി ചെയ്യേണ്ടതാണ്. നമ്മളെന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? റമദാനിൽ തൗബ ചെയ്യും, 22-ാമിന് തൗബ ചെയ്യും. അതും മനസാന്നിധ്യത്തിലല്ല, ഈ പറഞ്ഞ പോലെ പറഞ്ഞു തന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്തെന്നാ, ശവ്വാല് പള്ളിയിൽ പോയി ഈദ്ഗാഹിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ പള്ളിയിൽ നമസ്കരിച്ച് പുറത്തോട്ട് ഇറങ്ങിയ ആ പഴയ അധർമ്മം തന്നെ പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ഇതാ നമ്മൾ ചെയ്യുന്നത്. ഇതിനെ നിഷ്കളങ്ക തൗബ എന്നല്ല പറയുന്നത്. ഇത് അള്ളാഹുവിനെ മോക്കിയലാണ്, അള്ളാഹുവിനെ പരിഹസിക്കലാണിത്, തൗബയെ പരിഹസിക്കലാണത്. സമൂഹത്തിലെ നല്ലൊരു ശതമാനം അങ്ങനെ തൗബ ചെയ്യുന്നത്. അതുവരെ ആ ഒരു കൊല്ലത്തെ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രാർത്ഥന, എന്നിട്ടോ ചൊവ്വാല് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ആ പണി അതേപടി തന്നെ. ഒരു തീരുമാനവും കക്ഷി എടുത്തിട്ടില്ല. ഞാൻ ഇന്ന തെറ്റുകളെല്ലാം കഴിഞ്ഞ റമദാനിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന തെറ്റ് റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇന്ന തെറ്റ്, അതിൽ നിന്ന് മാറണം, ഇനി റമദാൻ മുതൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കണം, അതുകൊണ്ട് റബ്ബെ എനിക്ക് നീ പുറത്തു തരണം, ഞാനിത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞാനത് പിന്നെ ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇനി ഒരു പുതിയ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവേ, അതുകൊണ്ട് നീ എന്നോട് കരുണ കാണിക്കണം, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന ഒരു വർത്തമാനമാണ് ഈ തൗബ. അതല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ഇതുവരെ ഉള്ളത് അല്ല പുറത്തുതാ, ബാക്കി ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യും. അപ്പൊ പിന്നെ അടുത്ത റമദാൻ വരുമ്പോൾ ഞാൻ പറയാം, അഡ്വാൻസ് പുറത്തു തരണ്ട, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് പുറത്തു തന്നാൽ മതി എന്ന നിലപാടാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിൽ തൗബ ചെയ്തില്ലെങ്കിൽ തൗബ ചെയ്തില്ല എന്നേ ഉള്ളൂ. തൗബ ചെയ്തിട്ട് ബ്യൂമറാങ് പോലെ ആവരുത് എന്ന് പറഞ്ഞ് നേരെ ചൊവ്വേ തൗബ ചെയ്യേയില്ല, അതിൻ്റെ പേരിൽ അള്ളാഹിനെ പരിഹസിച്ചതിന് വേറെയും ശിക്ഷ വേറെ വരും, വേറെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു ശിക്ഷ. കാരണം നീ ഒരു നിലപാട് കൊടുത്തിട്ടില്ല, ഒരു തീരുമാനം എടുത്തിട്ടില്ല, എന്നിട്ട് നീ എന്നോട് ഈ പുറത്തു തരാൻ പറയുന്നതിനാണ്, നീ എന്നോട് ഖേദിച്ചു മടങ്ങുന്നു എന്നൊക്കെ പറയുന്നതിനാണ്. അതിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് നീ ഇതും കൂടി പിടിച്ചോ എൻ്റെ ശിക്ഷ എന്നു പറഞ്ഞ അള്ളാഹു നമ്മുടെ അക്കൗണ്ടിൽ അതും കൂടി ചേർത്ത് തരുന്ന അവസ്ഥയാവും. അവസാനം പൊറുക്കാൻ വേണ്ടി ചെയ്ത തൗബ ബ്യൂമറാങ്ങ പോലെ തിരിച്ചടിച്ച അവസ്ഥയിലാകും. അപ്പം ഞാൻ പറയുന്നത്, അലസമായി ചെയ്യേണ്ടതല്ല തൗബ. ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആരെവിടെ അല്ല നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ നീ തൗബ ചെയ്യണമെന്നും പറഞ്ഞിട്ട്. തൗബ ചെയ്യുമ്പോൾ എന്ത് വേണം? തൗബത്തൻ നസൂഹ, സിൻസിയറായിട്ടുള്ള തൗബയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ തൗബ സിൻസിയർ ആകണമെന്നുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായി ഒരു മാറ്റത്തിന് വിധേയമാകണമെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് വേണം? നമുക്ക് അള്ളാഹിനെ കുറിച്ചൊരു കൺസേൺ വേണം, നമുക്ക് പരലോകത്തെക്കുറിച്ച് ഒരു ബോധ്യവും ഒരു ബോധവും ഒരാശങ്കയും വേണം. അവൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്ന ഒരു പേടി വേണം. ഇതൊക്കെ അശ്രദ്ധമായി, ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൗബ ചെയ്താൽ ഇത് പ്രശ്നമാവോ, ഈ ചിന്താങ്ങളൊന്നും അയാൾക്കുണ്ടാവില്ല. യഥാർത്ഥ തൗബ ചെയ്യണമെങ്കിൽ ഇതുണ്ടാകണം. ഈ ബോധമില്ലാത്തവൻ എന്തിനാണ് തൗബ ചെയ്യണത്? നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നിങ്ങൾ പരലോകത്തെ ജീവിതത്തിൽ നമ്മുടെ മൈനസ് ചെയ്യും, പിന്നെ തൗബയുടെ പ്രസക്തി എന്താ ഉള്ളത്? ചെയ്തൊക്കെ ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ തിരിച്ചു പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഈ പുറത്തു തരിക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ആരാ? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല. പുറത്തു തരിക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. ആ നാഥൻ്റെ വിചാരണാ ദിനമാണ് പരലോകം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെന്ന് നല്ല ബോധ്യവും, ആ ബോധ്യത്തിൽ ഒരാശങ്ക, ഒരു അസ്വസ്ഥത, ഒരു ഭീതി, ഒരു ഭയം, അതുള്ളവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തൗബ ചെയ്യണം എന്ന് തോന്നുകയുള്ളൂ, തൗബ ചെയ്യേണ്ട വിധം ചെയ്യാൻ പറ്റുകയുമുള്ളൂ. ആ രൂപത്തിൽ തൗബ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്. അതിന് ആദ്യം വേണ്ടത് മുഹാസബയാണ്. തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ അത് നമ്മൾ ഓർത്തെടുക്കണം. ആ തെറ്റുകൾ ഓർത്തെടുത്ത്
ഇനി അത് ആവർത്തിക്കില്ല എന്ന ഒരു നിലപാടിലെത്തണം. ചെയ്തത് അവിടെ നിൽക്കുകയാണ്. നമ്മൾ തൗബ എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യൂല എന്നാണ് പറഞ്ഞത്. ചെയ്തത് അവിടെ നിൽക്കുകയാണ്. അത് പുറത്തു തരാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഒരു തൗബ എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ്. തൗബ എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ്. ഒന്നാമത്തേത് മുഹാസബ, ജഡ്ജ്മെന്റ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് ജഡ്ജ് ചെയ്യണം, ഒന്ന് വിലയിരുത്തണം. ഹാസിബു ഖബ്ലൻ തുഹാസബു. മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒരു വിചാരണ ചെയ്യുക. കഴിഞ്ഞുപോയ നമ്മുടെ നാളുകൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത് ചെയ്യണം, ഇത് ചെയ്യണം. നമ്മൾ ഇത് കറക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്തു പോകണം നമ്മൾക്ക്. അല്ലാതെ ഇത് സത്യത്തിൽ ഈ തൗബ എന്ന് പറയുന്നത് ഈ റമദാനിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു ലോജിക്കുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ റമദാൻ കഴിഞ്ഞ അടുത്ത ചൊവ്വാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ്, ഈ തെറ്റിനെ കുറിച്ച് ഞാനിങ്ങനെ അശ്രദ്ധനായി നടന്നതിന് ശേഷം അടുത്ത റമദാൻ ആവട്ടെ എന്ന് വെച്ചാൽ ആ റമദാനിലേക്ക് എത്തിയാൽ അതിനിപ്പോൾ ഞാൻ മരിച്ചുപോയാൽ? റമദാനിലാണ് അള്ളാഹ് എല്ലാവരും റൂഹ് പിടിക്കുന്നത്, അല്ലല്ലോ. അള്ളാഹ്ക്ക് എപ്പോൾ വേണമെങ്കിലും റൂഹ് തിരിച്ചു വാങ്ങാലോ. അതുകൊണ്ടാണ് തൗബ മിൻ കരീബ് എന്ന് ഖുർആൻ പറഞ്ഞത്. ഉടനെ തന്നെ തൗബ ചെയ്യണം, അല്ല റമദാനിലേക്കല്ല. ഇപ്പൊ നമ്മൾ റമദാനിലാണുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക, ഒറ്റക്കിരുന്ന് ചെയ്യുക, കൂട്ടായിട്ടോ. അങ്ങനൊക്കെ ഒരു കൂട്ടായ തൗബ. എന്ത് തൗബയാണത്? എല്ലാവരും കൂടി ഇരുന്ന് ഒരു മേള പോലെ ഇങ്ങനെ ഇരുന്ന് എന്ത് തൗബയത്? വല്ല മനസ്സിൽ കൊള്ളൂ അങ്ങനെ ഒരു തൗബ ചെയ്താൽ? അത് ആരെങ്കിലും ചെയ്യുന്ന ദുആക്ക് ആമീൻ പറയണോ നമ്മൾ തൗബ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ തന്നെ തുറന്ന് നമ്മുടെ ഭാഷയിൽ അള്ളാഹിനോട് പറഞ്ഞാൽ മതി. അറബിയിലൊന്നും വേണ്ട തൗബ. തൗബ ഞാൻ പറഞ്ഞല്ലോ, ചൊല്ലുന്നതല്ല തൗബ. തൗബ ഒരു മാനസികാവസ്ഥയാണ്, തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. ചെയ്തു പോയല്ലോ, അത് പുറത്തു തരണം, അതിനാണ് പ്രാർത്ഥന. അത് നമ്മുടെ ഭാഷയിൽ നടത്തിയാൽ മതി. ഇതിലൊക്കെ നമ്മുടെ ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം, ഉള്ളം തൊട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം, മനസ്സ് തൊട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. ആ പ്രാർത്ഥനയാണ് വരുന്ന രാവുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകണം. ശാന്തമായി പള്ളിയിലോ അതല്ലെങ്കിൽ വീട്ടിലെ മുറിയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിലോ നിന്നു ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ആകാവുന്നതാണ്. അല്ലാതെ പ്രസരത്തിൽ പടച്ച തമ്പുരാൻ ഓർത്ത് നിങ്ങൾ തൗബ ചെയ്യരുത്. തൗബ ചെയ്യാൻ വേണ്ടി തൗബ ചെയ്യരുത്. തൗബയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്ന ഇതാണ്. പിന്നെ ഒരു വ്യാമോഹം നമുക്കുണ്ട്, എല്ലാത്തിനൊന്നും തൗബയില്ല എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്തതിന് തൗബയൊന്നുമില്ല. അത് വിചാരിച്ച് നമ്മളാരും ഇരിക്കണ്ട. കടം വാങ്ങി അത് കൊടുത്തിട്ടില്ല, കൊടുക്കാനും ഉദ്ദേശമില്ല, അത് തൗബ ചെയ്ത് ശരിയാക്കാമെന്ന് നമ്മൾ വിചാരിക്കണ്ട. കടം വാങ്ങിയ കടം തിരിച്ചു കൊടുക്കണം. അല്ലാതെ കടം വാങ്ങിയതിനോ സാമ്പത്തികമായി ആരെയെങ്കിലും ചതിച്ചതിനോ പറ്റിച്ചതിനോ ഒന്നും തൗബയില്ല. അതൊക്കെ തൗബയായി മാറണമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ഈ കടം വാങ്ങിയ ആൾക്ക് ചിലപ്പോൾ 10,000 കോടി ഉണ്ടാവുന്നേ. നമുക്കെന്താ, നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നമ്മൾ 10,000 രൂപ കടം വാങ്ങി, അയാളുടെ കയ്യിൽ കോടികളുണ്ട്, പിന്നെ 10,000 പോയാൽ എന്താ എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചിന്തക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. നമ്മൾ 10,000 രൂപ വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കേണ്ട ഡേറ്റൊക്കെ അല്പം തെറ്റിപ്പോയി. എന്തായാലും വേണ്ടില്ല, ഒന്നുകിൽ അയാളോട് ചെന്നിട്ട് പറയാം, എനിക്ക് പുറത്തു തരണം, ഇപ്പം 10,000 രൂപ തരാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ എനിക്കില്ല. അയാളത് പുറത്തു തരുമെങ്കിൽ അത് വലിയ ഹൈറാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൈറാണ്. ഇനി അതല്ലെങ്കിൽ 10,000 രൂപ കൊണ്ടുപോയി കൊടുക്കണം. അത് കൊടുത്തിട്ട് വന്നിട്ട് അത് വൈകിയതിന് പടച്ചമ്പുരാനോട് മാപ്പി ചെയ്യണം. കരാറാണല്ലോ, ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുന്നു. അപ്പോൾ അതാണ്. അല്ലാതെ സാമ്പത്തികമായ കൃത്രിമം കാണിച്ചിട്ടും തൗബയും കൊണ്ട് പരിഹരിക്കാമെന്ന് നമ്മളാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വിചാരം മാത്രമാണ്, അത് നടപടിയാവുന്ന ഒരു കാര്യമേ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പല ഘട്ടത്തിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഫ്ലഷ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫ്ലഷിനകത്തുകൂടി ഓടുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ഇത് പ്യുവറായിരിക്കണം, ഇത് ശുദ്ധമായിരിക്കണം. നമുക്ക് വീഴ്ചകളൊക്കെ വരുന്നത് അവിടെ നിൽക്കട്ടെ. അടിസ്ഥാനപരമായി ഈ വീഴ്ചകളൊക്കെ വരുത്തുന്നത് എന്തെന്നാണ്? നമ്മുടെ ഈ ശരീരം വെച്ചാണ്. ഈ ശരീരം ശുദ്ധമല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മം ശുദ്ധമാവില്ല. ചെയ്യുന്ന കർമ്മം എത്ര ശുദ്ധമായാലും ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഫ്ലഷും ബ്ലഡും ഉണ്ടല്ലോ, അത് പരമാവധി ശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, അന്യൻ്റെ 10 രൂപ അന്യായമായി തൻ്റെ കൈവശം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു 10,000 രൂപ വല്ലവരുടെ കൈ കിടന്നോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അന്യൻ്റെ മുതൽ നമ്മുടെ കയ്യിൽ വരരുത്. അതിനൊരു പ്രത്യേകമായ ഒരു സവിശേഷതയുണ്ടതിന്. അത് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും.
അഭിഷേകമായി ഖുർആൻ സംസാരിക്കുന്ന ടോണുകൾ, ഗൗരവം, അതിൻ്റെ പ്രത്യാഘാതം അത് ചില്ലറയല്ല. അതുകൊണ്ട് അത് നമ്മളെപ്പോഴും സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വരുന്ന വീഴ്ചകൾ പിന്നെ നമുക്ക് പിന്നീട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരുത്തണമെന്ന് വിചാരിച്ചാൽ തിരുത്താൻ പറ്റുമോ? തിരുത്താൻ പറ്റില്ല. കൈക്കൂലി വാങ്ങുന്ന ഒരാൾ ഒരു 5-8 കൊല്ലം കൈക്കൂലി വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ താടിയെല്ലാം നരച്ച്, പിന്നെ ഇനിയിപ്പോൾ ഷുഗറും എല്ലാം കൂടി, പിന്നെ ഇനിയിപ്പോൾ അധികം നാളൊന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ആ 5-8-10 കൊല്ലം മേടിച്ച കൈക്കൂലിയുടെ കണക്കിങ്ങനെ മനസ്സിൽ കിടന്ന് ആന്തോളനം ചെയ്യുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്ത് കുറിക്കണമെന്ന് വന്നാൽ അയാൾ എങ്ങനെ തിരുത്ത് കുറിക്കുക? ആരോടെ കാശ് വാങ്ങിയ, എത്ര കാശാണ് വാങ്ങിയത്, എവിടെയുള്ളവരോടാ വാങ്ങിയത്, ഒരു വിവരവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെന്ത് സൊല്യൂഷനാണ് നമ്മുടെ കൈവശമുള്ളത്? എന്ത് ഫത്വയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് മറന്നുപോകും. അല്ല പറഞ്ഞില്ലേ, നിങ്ങളിതൊക്കെ മറന്നുപോകും. പക്ഷേ എനിക്കിതൊക്കെ ഓർമ്മയുണ്ടെന്ന് അല്ല പറഞ്ഞ് എത്ര വസ്തുതയാണ്. ഖുർആനിലല്ല പറഞ്ഞത്, നിങ്ങളിതൊക്കെ മറന്നുപോകും, പക്ഷെ എനിക്കിതെല്ലാം ഓർമ്മയുണ്ട്. അല്ല ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമ്മൾ മറന്നാലും അള്ളാഹുവിൻ്റെ പ്രമാണത്തിൽ അതുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ പരസ്പരം വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങളൊക്കെ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ പരസ്പരം വസിയത്ത് ചെയ്യുകയാണ്. വസിയത്ത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വസിയത്തിൽ മുൻഗണന നിൽക്കേണ്ടത് സാമ്പത്തിക വിശുദ്ധി നമുക്കുണ്ടാകണം. സാമ്പത്തിക വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പല നീക്കുപോക്കുമുണ്ട്. സാമ്പത്തിക വിശുദ്ധി ഇല്ല എങ്കിൽ ഒരു നീക്കുപോക്കുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കടങ്ങളൊക്കെ വാങ്ങേണ്ടി വരും, കടമൊക്കെ വാങ്ങേണ്ടി വരും, സ്വാഭാവികമാണ്. ചിലപ്പോൾ സന്നിഗ്ധ ഘട്ടത്തിൽ കൊടുക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒന്നുകിൽ ചെന്ന് പൊരുത്തപ്പെടിക്കുക, അതല്ലെങ്കിൽ അത് കൊടുക്കുക, അത്രേ നിർവാഹമുള്ളൂ. അങ്ങനെ ഒരു മനസ്സ് വെച്ച് വേണം നമ്മൾ ഈ തൗബയെ സമീപിക്കാൻ. നിഷ്കളങ്കമായി തൗബ ചെയ്യണം, നിഷ്കപടമായി തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പുറത്തു തരാൻ പറയണം. അതിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളിവിടെ ഉള്ളത്. പരിശുദ്ധ റമദാനാണ്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൗബ ചെയ്യുമ്പോൾ ഒരു പുതിയ ജീവിതം ശൗവാലിന് ശേഷം തുടങ്ങാൻ നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനം നിങ്ങൾക്കില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ തൗബക്ക് വേണ്ടി തുനിയരുത്. കാരണം അങ്ങനെ ഒരു തൗബ ഇസ്ലാമിലില്ല. അതുകൊണ്ടൊരു തീരുമാനം പുതിയതെടുക്കണം. കാരണം ജീവിതം എവിടെ വെച്ചും എപ്പോഴും അവസാനിച്ചു പോകും. ആ അവസാനിച്ചു പോകുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് ഒരു ഫ്രഷ് ഹാൻഡോടുകൂടി ചെല്ലാൻ, ഒരു സിൻസിയർ മൈൻഡോടുകൂടി ചെല്ലാൻ നമുക്ക് സാധിക്കണം. അതിനാകണം ഈ തൗബ. അങ്ങനെ ഒരു തൗബ ചെയ്യാൻ നമ്മൾ ഈ രാപ്പകലുകളിൽ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.